വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാനിങ്ങനെ ഓൺ വോയിസിൽ വന്നിട്ട് എന്താ പറയുക, ക്യാമറയുടെ മുന്നിലിരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് എൻ്റെ കഴിഞ്ഞ 2 വീഡിയോ പിമ്പിൾസിനെ പറ്റി, പിമ്പിൾ ജേർണിനെ പറ്റിയിട്ട് മാത്രമാണ് ഞാനിങ്ങനെ നേരിട്ട് വന്നിരുന്ന് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വരാനൊരു കാരണമുണ്ട്. ഞാനിട്ട പോസ്റ്റിൻ്റെ അടിയിൽ ഒരു കുട്ടി കമന്റ് ഇട്ടിരുന്നു, ചേച്ചി പീരിയഡ് പെയിൻ, സ്മെൽ ആൻഡ് ഹൈജീൻ ഇൻ ഹോസ്റ്റൽ ഫോർ ഗേൾസിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഐ ഫെൽറ്റ് സോ ഹാപ്പി. ആക്ച്വലി ഞാനിപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത് ഒരാളിങ്ങനെ വന്നിട്ട് പറയണത്, ചേച്ചി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് ആൾക്കാർ നോട്ടീസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേരില്ലെങ്കിലും കുറച്ച് പേരെങ്കിലും നോട്ടീസ് ചെയ്യുന്നുണ്ട് എന്ന് അറിയുമ്പം എനിക്ക് സന്തോഷമുണ്ട്. ആ കുട്ടി വന്ന് ചോദിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇപ്പോൾ 2 ദിവസം വേറെ 2-3 വീഡിയോസ് ഇടാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ലാഗായത്. അപ്പോൾ ഞാൻ അന്നേരം വിചാരിച്ചിരുന്നു എന്തായാലും എടുക്കണം എന്നുള്ളത്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ആപ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു +1 +2 ആണെങ്കിലും എന്താ പറയുക, റിപ്പീറ്റ് ആണെങ്കിലും 5 വർഷം BDS ചെയ്തപ്പോഴും ഞാൻ ഹോസ്റ്റലിലാണ് ഉണ്ടായിരുന്നത്. മൊത്തത്തിൽ ഞാനൊരു 7-8 വർഷം ഹോസ്റ്റലിൽ നിന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ ഗോ ത്രൂ ചെയ്ത എക്സ്പീരിയൻസും എന്തൊക്കെയാണ് ഞാൻ ചെയ്തത്, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റാണ്ട് പോയ കാര്യങ്ങൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരാൻ ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഒരു പീക്ക് ടൈമാണ്. കുട്ടികളൊക്കെ +1 +2 കുട്ടികളൊക്കെ ക്ലാസ് കഴിഞ്ഞ് നിൽക്കുകയാണ്. നെക്സ്റ്റ് അവരുടെ സ്റ്റെപ്പ് എടുത്തു വെക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ചിലപ്പോൾ അത് ഹോസ്റ്റലിലേക്കാവും, ചിലപ്പോൾ വീട്ടിൽ തന്നെ ആവാം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ വീഡിയോ പറഞ്ഞു തരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അത് മാത്രമല്ല, ചിലപ്പോൾ ഓൾറെഡി ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളുണ്ടാവാം. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. പീരിയഡ് പെയിൻ ആണ് ഫസ്റ്റ് ടോപ്പിക്ക്. നല്ല രീതിയിൽ വേദന വരാറുണ്ട്. പീരിയഡ് പെയിൻ എന്ന് പറഞ്ഞാൽ, പീരിയഡ് ക്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വേദനയാണ്. ഞാനും ഇടയ്ക്ക് എനിക്ക് വരാറുണ്ട്. എല്ലാ മാസവും വരാറില്ലെങ്കിലും ഇടയ്ക്ക് വരുന്ന വേദന നല്ല വേദനയാണ്. ആ സമയത്തൊക്കെ എന്താ പറയുക, ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ, നമ്മളിപ്പോൾ ഫുൾ ടൈം ഹോസ്റ്റലിൽ നിൽക്കുമല്ലോ, നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുന്നത് തന്നെ പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പഠിക്കാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ പീരിയഡ്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, വേദന തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹോട്ട് വാട്ടർ ബാഗോ ഒന്നും ഉണ്ടാവില്ല കയ്യിൽ. ആ സമയത്ത് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രമാണ് ഞാൻ ടാബ്ലറ്റ്സ് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് എക്സാം ആണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ലീവ് എടുക്കാൻ പറ്റാത്ത ടൈം ഉണ്ടാവും. അപ്പോൾ ആ ടൈമിലൊക്കെ നമ്മൾ ടാബ്ലറ്റ്സ് തന്നെ നമുക്ക് എന്താ പറയുക, രക്ഷ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിത് ഫുൾ ടൈം ടാബ്ലറ്റ് എടുക്കണം എന്ന് പറയില്ല. പക്ഷെ നമുക്ക് ഒട്ടും പറ്റാത്ത സമയത്ത്, അതായത് വേദന ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല, അങ്ങനെ ഒരു ഇത് വന്നാൽ മാത്രമേ ടാബ്ലറ്റ്സ് എടുക്കാവുള്ളൂ. ഇപ്പോൾ ഈ ഹോസ്റ്റലിലേക്ക് പോകുന്ന കുട്ടികൾ വീട്ടിൽ നമ്മൾ ലഗേജ് പാക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് മെഡിസിൻസ് കരുതി വെക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ചിലപ്പോൾ ഒരു ജലദോഷത്തിനായാലും പാരസെറ്റമോൾ ആണെങ്കിലും സിട്രസിൻ ആണെങ്കിലും ഒക്കെ നമ്മളൊരു ബോക്സിലാക്കി കരുതി വെക്കുക. ആ കൂട്ടത്തിൽ നമ്മുടെ പീരിയഡ് പെയിനിന് പറ്റുന്ന ഒരു ടൈപ്പ് എന്താ പറയുക ടാബ്ലറ്റും കൂടെ നമ്മൾ എടുത്തു വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഞാൻ യൂഷ്വലി യൂസ് ചെയ്യാറ് മെഫ്റ്റാൽഫോർട്ട് ആണ്. നമ്മൾ മസിൽ ക്രാംസ് ഒക്കെ വരുമ്പം ഏറ്റവും നല്ലത് മെഫ്റ്റാൽഫോർട്ട് തന്നെയാണ്. ഒരുവിധം വേദനയെല്ലാം അതുകൊണ്ട് മാറാറുണ്ട്. പക്ഷെ ഞാനിത് സജസ്റ്റ് ചെയ്യില്ല, എപ്പോൾ വേദന വന്നാലും ഇത് തന്നെ കഴിക്കാൻ ഞാൻ പറയില്ല. ഇപ്പൊ സപ്പോസ് ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഹോസ്റ്റലിൽ ഇരിക്കുകയാണ്, അപ്പോഴാണ് നമുക്ക് വേദന വന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡി ആയിട്ടുള്ള ഹോട്ട് വാട്ടർ ബാഗ്സ് കിട്ടും. വളരെ ചെറിയ ടൈപ്പ്, അതായത് നമുക്ക് ഒരുപാട് വലിയ, ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ ബാഗായിരുന്നു. ഇപ്പൊ അത് കുറച്ചും കൂടെ ഹാൻഡി ആയിട്ട് വളരെ ചെറിയ ഒരു സെഷനായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്കിപ്പോൾ നമ്മൾ എന്തായാലും ഹോസ്റ്റലിൽ പോകുമ്പോൾ കെറ്റിൽസ് വാങ്ങിക്കാൻ പറ്റുന്നവരൊക്കെ കെറ്റിൽസ് വാങ്ങിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഹോസ്റ്റലിൽ തന്നെ അവർ ഹോട്ട് വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെടുക്കുക. അത് യൂസ് ചെയ്ത് കുറേയൊക്കെ നമുക്ക് ഹോട്ട് വാട്ടർ നമ്മുടെ വയറ്റിൽ പിടിച്ചു കഴിയുമ്പോഴത്തേനും കുറച്ച് ആശ്വാസം കിട്ടാറുണ്ട്. അതേപോലെ തന്നെ ആ സമയത്ത് ചൂടുവെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. എനിക്ക് വേദന വരുമ്പോൾ ഞാൻ വീട്ടിലുണ്ടാവുമ്പം എനിക്ക് അമ്മ ചെറിയ ജീരകം തോന്നുന്നു, ചെറിയ ജീരകം ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് വെള്ളം തരാറുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ചെറിയ ഇതിനകത്താക്കി ഒരു പാത്രത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ചെറിയ ജീരകം കൊണ്ടുപോയിട്ട് അത് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഓവർനൈറ്റ് വെക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്നിട്ട് പിറ്റേ ദിവസം ആ വെള്ളം ചൂടാക്കുകയോ അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിലേക്ക് അത് ഇടുകയോ ചെയ്തിട്ട് കുടിക്കുകയും ചെയ്യാം. അപ്പം അതും ഒരു ടൈപ്പ് ഓഫ് ഹാക്കാണ് നിങ്ങൾക്ക് വേദന കുറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരിക്കലും പീരിയഡ്സ് ഉള്ള സമയത്ത് എൻ്റെ ഫ്രണ്ടൊക്കെ പറയാറുണ്ട്, ഫുഡ് കഴിക്കുമ്പോൾ വേദന കൂടും എന്ന് പറയാറുണ്ട്. മേ ബി ചിലപ്പോൾ നമ്മുടെ ഫുഡ് ചെല്ലുമ്പോഴത്തേനും അവിടെ നടക്കുന്ന പ്രോസസ്സ് കാരണമായിരിക്കാം വേദന കൂടുന്നത്. പക്ഷേ
ഫുഡ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഫുഡ് എന്തായാലും നിർബന്ധമായിട്ട് കഴിച്ചു കഴിയണം. അത് മാത്രമല്ല നമ്മുടെ ബോഡിയിൽ നിന്ന് ഇത്രയും മാത്രം ലൈക് ബ്ലഡ് നമുക്ക് ലോസ് ആവുന്ന സമയത്ത് ആ ടൈമിൽ നമ്മൾ നല്ലപോലെ വാട്ടർ ഇൻടേക്ക് ചെയ്യാനും ശ്രദ്ധിക്കണം. നല്ലപോലെ വാട്ടർ ഇൻടേക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഡീഹൈഡ്രേറ്റഡ് ആവും. നമ്മൾ ഭയങ്കര തളർച്ചയൊക്കെ ഫീൽ ചെയ്യും. പിന്നെ അത് മാത്രമല്ല ബ്ലഡ് കുറവുള്ള കുട്ടികളാന്ന് കൂട്ടിക്കോ. ഇപ്പൊ ഒരു 12, 10, 8 അങ്ങനെ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ പീരിയഡ്സിന്റെ സമയത്ത് അല്ലെങ്കിൽ പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യണതിന് ഒരു 2-3 വീക്സ് മുന്നേ തൊട്ടേ അവർ എന്താ പറയുക അയൺ ടാബ്ലറ്റ്സ് സപ്ലിമെന്റ്സ് ആയിട്ട് എടുക്കുന്നുണ്ടാവണം. ഈ അയൺ ടാബ്ലറ്റ് നമുക്ക് ഫാർമസിയിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അത് ഓവർ കൗണ്ടർ മെഡിസിൻ ആണ്. സോ അത് നമുക്ക് വാങ്ങി കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആണ്. നമ്മൾക്ക് ഇത്രയും ബ്ലഡ് ലോസ് ആകുമ്പോൾ നമ്മുടെ ബോഡിയിൽ ബ്ലഡ് കുറഞ്ഞ് നമുക്ക് പിന്നെ ക്ഷീണം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടാബ്ലറ്റ് സപ്ലിമെന്റ് ആയിട്ട് എടുക്കുന്നത് ഏറ്റവും കൂടുതൽ നല്ലതാണ്. കാരണം ഹോസ്റ്റലിൽ പോയി നിൽക്കുന്നവർക്ക് അറിയാം, ഇപ്പൊ നമുക്ക് അവിടെ കിട്ടുന്ന ഫുഡൊന്നും നമ്മുടെ ന്യൂട്രിയൻസോ എല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കുറച്ച് ടാബ്ലറ്റ്സ് സപ്ലിമെന്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടും, പ്രത്യേകിച്ച് ഈ പീരിയഡ്സിന്റെ ടൈമിലൊക്കെ. അത് മാത്രമല്ല, ഇപ്പം ഡേറ്റ്സും നമ്മൾ ഈ പീരിയഡ്സിന്റെ ടൈമിൽ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കുറെ എല്ലാം ബ്ലഡ് ഫ്ലോ ആണെങ്കിലും നമ്മുടെ ബോഡിക്ക് ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ നമുക്കൊരു സ്വീറ്റ് നമുക്ക് ഉള്ളിൽ ചെല്ലുമ്പം ഞാൻ പറയാന്ന് വെച്ചാൽ ആ സമയത്ത് ഒരുപാട് സ്വീറ്റ്സ് വലിച്ചു വാരി കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെയുള്ള നല്ല നല്ല സ്വീറ്റ്നസ് ഇല്ലേ, ഇപ്പം ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കാം. അമൂലിന്റെ ഒക്കെ ചെറിയ 0% ഷുഗറിന്റെ ചെറിയ മധുരം വരുന്ന ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്, ബോഡിക്ക് നല്ലതാണ്. നമ്മൾ ആ സമയത്ത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ടോപ്പിക് വേറൊന്നുമല്ല, പീരിയഡ്സ് ടൈമിലുള്ള സ്മെല്ലാണ്. ഈ സ്മെല്ല് സത്യം പറഞ്ഞാൽ നമുക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുക നമ്മുടെ പാഡ്, ടാമ്പോൺസ് അല്ലെങ്കിൽ മെൻസ്ട്രൽ കപ്സ്. ഇത് റെഗുലർ ടൈമിൽ ഒരു 3 hours കൂടുമ്പോഴെങ്കിലും ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരുപാട് ഫ്ലോ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 hours കൂടുമ്പോഴെങ്കിലും ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അല്ലാണ്ട് ഒരിക്കലും ഇത് നമ്മൾ 4 to 5 hours 6 hours ഒന്നും വെച്ചോണ്ടിരിക്കാൻ പാടില്ല. ഇപ്പം നമ്മൾ കോളേജിൽ പോകുന്ന ടൈമിലാണെങ്കിലും നമുക്ക് റെഗുലർ ഇന്റർവെൽസ് ഉണ്ടാവാറുണ്ട്. ആ ടൈമിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കയ്യിൽ പാഡ് കരുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ പോയി ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. ഞാനൊക്കെ എപ്പോഴും എൻ്റെ പീരിയഡ്സിന്റെ കാര്യമേ ഞാൻ മറന്നു പോകാറുണ്ട്. സോ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ഫോണിൽ റിമൈൻഡർ ആയിട്ടോ ഒക്കെ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. ലൈക്ക് എപ്പോഴാണ് ആവുക, അല്ലെങ്കിൽ നമ്മുടെ പാഡ് എത്ര നമ്മൾ കയ്യിൽ കരുതി വെക്കണം, നിങ്ങളുടെ മെൻസ്ട്രൽ ഫ്ലോ എന്തോരാണെന്നൊക്കെ നിങ്ങൾ തന്നെ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പൊ ചിലവർക്ക് ഫസ്റ്റ് ഡേ ഫ്ലോ ഒന്നും ഉണ്ടാവില്ല, സെക്കൻഡ് ഡേ ആയിരിക്കും ഭയങ്കര ഫ്ലോ. ചിലവർക്ക് ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും തേർഡ് ഡേയും ഭയങ്കര ഫ്ലോ ഉള്ളവരുണ്ടാവും. സോ നിങ്ങൾ നിങ്ങളുടെ പീരിയഡ്സിന്റെ എന്താ പറയുക ഫ്ലോ ഒക്കെ ഒന്ന് ട്രാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടെ പാഡൊക്കെ കയ്യിൽ കരുതി വെക്കുന്നതും കൂടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന. പിന്നെ സെന്റഡ് പാഡ്സ് കിട്ടാറുണ്ട്. ഇപ്പം ഒരുപാട് സ്മെല്ലാണ്. ഈ സ്മെല്ല് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലുള്ള അയൺ കണ്ടന്റ് ഡെപ്പോസിറ്റ് ആയിട്ടാണ് ഈ സ്മെല്ല് വരുന്നത്. അപ്പം ഈ സ്മെല്ല് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പിന്നെ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സെന്റഡ് ആയിട്ടുള്ള പാഡ്സ് യൂസ് ചെയ്യുക. അതായത് ഇപ്പൊ നമുക്ക് ഓൾവേസ് ഒക്കെ വാങ്ങിക്കുമ്പോഴത്തേനും നമുക്ക് എന്താ പറയുക ആലോവേറ ഉള്ള സെന്റഡ് പാഡ്സ്, അങ്ങനത്തെ സെന്റഡ് പാഡ്സ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെയൊക്കെ നമുക്ക് ഈ സ്മെല്ല് ടാക്കിൾ ചെയ്യാൻ പറ്റും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്ന് പറഞ്ഞാൽ എന്നും തല നനയ്ക്കുന്ന കൂട്ടത്തിലല്ല. പക്ഷെ നിങ്ങൾ എന്നും തല നനയ്ക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ എന്നും കുളിക്കാം, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. പിന്നെ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് 2 times നിങ്ങൾക്ക് ബോഡി വാഷ് ചെയ്യാം. പിന്നെ ഡിയോഡ്രൻസ് അല്ലെങ്കിൽ പെർഫ്യൂംസ് യൂസ് ചെയ്യാം. ഡിയോഡ്രന്റ് ഞാൻ ഒരിക്കലും എപ്പോഴും യൂസ് ചെയ്യാൻ പറയില്ല, ബിക്കോസ് അത് സ്കിന്നിന് അത്ര നല്ലതല്ല. അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിയോഡ്രൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ മിനിമലിസ്റ്റിന്റെ ഒരു ഡിയോഡ്രന്റ് യൂസ് ചെയ്തിരുന്നു. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ അണ്ടർആംസിൽ നമുക്ക് ഡാർക്ക്നെസ്സും പിഗ്മെന്റേഷനും ഒക്കെ മാറ്റാനും നമ്മുടെ സ്മെല്ല് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഡിയോഡ്രന്റ് ആണ്. അതിന് ബാക്കിയുള്ള ഡിയോഡ്രൻസ് പോലെ ഭയങ്കര പഞ്ചന്റ് ആയിട്ടുള്ള സ്മെല്ലൊന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് വളരെ നോർമലാണ്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്ത സമയത്ത് എൻ്റെ സ്മെല്ല് എന്താ പറയുക, നമ്മുടെ ഒരു വേർപ്പിന്റെ സ്മെല്ലൊക്കെ ഇല്ല, അതൊക്കെ കുറേയൊക്കെ കൺട്രോൾ ചെയ്ത പോലെ എനിക്ക് തോന്നി. അതേപോലെ തന്നെ വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഓർഡിനറിയുടെ ഗ്ലൈക്കോളിക് ആസിഡും. അതും നമ്മുടെ ഓർഡർ കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത് മാത്രമല്ല നമ്മുടെ അണ്ടർആംസിന്റെ ഡാർക്ക്നെസ് ഒക്കെ കുറയ്ക്കാനും അത് ഏകദേശം ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് പാഡ് ചേഞ്ച് ചെയ്യുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്മെല്ല് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈജീൻ ആണ്. ഹൈജീൻ ഓഫ് കോഴ്സ് ഇപ്പൊ എല്ലാരും പറയും വി വാഷ് യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ. നമുക്ക് അങ്ങനൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നോർമൽ വാട്ടറിൽ നമ്മൾ വാഷ് ചെയ്താൽ മാത്രം മതി ആ ഭാഗം. കാരണം നമ്മുടെ പി എച്ച് നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റാഷസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്.
പിന്നെ ഈ ഹൈജീൻ്റെ കാര്യം പറയുമ്പം ഈ പാഡ് ചേഞ്ച് ചെയ്യണതും ഈ ഹൈജീനിൽ വരുന്നത് തന്നെയാണ്. റെഗുലർ ഇൻ്റർവൽ ഓഫ് ടൈം ഒരു 3 hours കൂടുമ്പോഴെങ്കിലും പാഡ് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലവർക്ക് റാഷസ് പോലെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം പിന്നെ നമ്മൾ പാഡ് ചൂസ് ചെയ്യുന്നതും കുറച്ച് ഇതായിട്ട് ചൂസ് ചെയ്യുക. കാരണം നമ്മൾ തന്നെ നമ്മുടെ സ്കിന്നിന് പറ്റിയ ടൈപ്പ് പാഡിൻ്റെ മെറ്റീരിയൽ കണ്ടുപിടിക്കുക. എനിക്കൊട്ടും വിസ്പറിൻ്റെ ഇതെനിക്ക് പറ്റാറില്ല. ബിക്കോസ് അതിനകത്ത് അതിൻ്റെ മുകളിൽ വരുന്ന കവറിങ് ഒരു പ്ലാസ്റ്റിക് ടൈപ്പല്ലേ വരുന്നത്. എനിക്കത് ഒട്ടും പറ്റാറില്ല. എനിക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്യുവർ കോട്ടൺ ടൈപ്പ് പാഡാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറ്റുക. പിന്നെ ടാമ്പോൺസ് യൂസ് ചെയ്യുന്നവരാണെങ്കിലും അത് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ ഈവൻ നമ്മൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കൂടെ ഹോസ്റ്റലിൽ എനിക്ക് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല. ഹോസ്റ്റലിൽ നിൽക്കുമ്പം നല്ലതാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഹൈജീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ഒരു ലിക്വിഡൊക്കെ കിട്ടും വാഷ് ചെയ്യാൻ വേണ്ടി. അത് റെഗുലറായിട്ട് എല്ലാ ദിവസവും വാഷ് ചെയ്യുക, അല്ലെങ്കിൽ പീരിയഡ്സ് കഴിയണ സമയത്താണെങ്കിൽ കൂടെ ഈ സംഭവം നല്ലപോലെ സ്റ്റെറിലൈസ് ചെയ്ത് വാഷ് ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നെക്സ്റ്റ് ടൈം അതേ സാധനം തന്നെ നമ്മൾ എടുത്ത് വെക്കുക എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് റാഷസോ ഇൻഫെക്ഷനോ ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷെ എനിക്കിപ്പോഴും പാഡാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതുവരെ വേറൊന്നും യൂസ് ചെയ്തിട്ടില്ല. യൂസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ പാഡിൽ തന്നെ ഇതാക്കുകയാണ് ചെയ്തത്. പിന്നെ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ടാമ്പോൺസ് യൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അതിനനുസരിച്ച് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അല്ലെങ്കിൽ നിങ്ങളാണോ കംഫർട്ട് എന്താണോ അതനുസരിച്ച് നിങ്ങൾ വാങ്ങിക്കുക, യൂസ് ആക്കുക. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ ഒരുപാട് ഹോട്ട് വാട്ടർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹൈജീൻ ആയിട്ടിരിക്കും. ഒരിക്കലും ഒരുപാട് തിളച്ച വെള്ളം ഒന്നും എടുത്തിട്ട് വാഷ് ചെയ്യാനൊന്നും നിൽക്കരുത്. വളരെ മൈൽഡ് വാം വാട്ടർ മാത്രം യൂസ് ചെയ്ത് വാഷ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹൈജീൻ ആയിട്ടിരിക്കും. അങ്ങനെയല്ല, വാഷ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ വാഷ് ചെയ്ത് വൈപ്പ് ചെയ്ത് സൂക്ഷിക്കുക. ഒരുപാട് നനവ് വരാണ്ട് കീപ്പ് ചെയ്യുക. അത്രയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് ഈ ടോപ്പിക്കിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഞാൻ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് എൻ്റെ കയ്യിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പൊ ബൈ.